ഏകദേശം 50-60 വർഷങ്ങളായി തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് AADMKയും DMKയുമാണ്. എന്നാൽ ഇപ്പോൾ അതിശക്തമായി അവരെ തോൽപ്പിച്ചാണ് വെറും 2 വർഷങ്ങൾക്ക് മുൻപ് മാത്രം തുടങ്ങിയ വിജയുടെ TVK തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ജയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പലരും പറയുന്നത് പോലെ ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. ശരിക്കും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിജയ് 1974 ഒരു പ്രോപ്പർ ഫിലിം ഫാമിലിയിലാണ് ജനിച്ചത്. അച്ഛൻ ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ, അമ്മയും മ്യൂസിക്കിന്റെ കൂടെ എഴുത്തും ഡയറക്ഷനും ഉണ്ടായി. എന്നിട്ട് 1902 18-ാം വയസ്സിൽ തന്നെ അവർ വിജയെ ആക്ടറായി ലോഞ്ച് ചെയ്തു. അതെ, വിജയ് ഒരു നെപ്പോ കിഡ് ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് വിജയ് സ്വന്തം കഴിവുകൊണ്ട് അത് ശക്തമായി വളർന്നു. ഏർലി 2000s ആയപ്പോൾ തന്നെ തമിഴിലെ ലീഡിംഗ് സ്റ്റാർസിൽ ഒരാളായി മാറി. സ്നേഹത്തോടെ ജനങ്ങൾ ഇളയ തളപതി എന്ന് വിജയ് വിളിക്കാനും തുടങ്ങി. അങ്ങനെ 69 സിനിമകളിൽ അഭിനയിച്ച് വിജയ് തമിഴ് മക്കളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടി. പക്ഷേ 2017 വിജയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. 17 വയസ്സുള്ള അനിത എന്ന ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച കുട്ടി 12th 98% മാർക്സ് കിട്ടിയെങ്കിലും സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ കാരണം അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ജീവൻ ഒടുക്കി. അതറിഞ്ഞ വിജയ് ഉടനെ തന്നെ അവരുടെ വീട്ടിലെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അന്ന് ആ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ വിജയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സ്ത്രീകൾക്ക് സുരക്ഷ, യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ, സാധാരണക്കാർക്ക് ബഹുമാനം, ഇതൊക്കെയുള്ള ഒരു തമിഴ്നാട് വിജയ് സ്വപ്നം കണ്ടു തുടങ്ങി. അങ്ങനെ ആരും കാണാതെ പുള്ളി തന്റെ ഫാൻ ക്ലബുകളെ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്കൽ ആർമി ആക്കി മാറ്റാൻ തുടങ്ങി. 2021 ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു ടെസ്റ്റ് എന്ന പോലെ കുറച്ച് വിജയ് ഫാൻസ് ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചു. 169-ൽ 115 സീറ്റ്സും ജയിച്ചു. അതൊരു സൂചനയായിരുന്നു. അങ്ങനെ 2024 ഫെബ്രുവരിയിൽ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി വിജയ് ലോഞ്ച് ചെയ്തു. അന്ന് പലരും ചിരിച്ചു. പക്ഷേ 8 മാസത്തിന് ശേഷം 8 ലക്ഷം ആൾക്കാർ വിജയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അന്ന് ചിരിച്ചവരുടെ വായ അടഞ്ഞു. അങ്ങനെ 2026 മാർച്ചിൽ ആരുടെയും സഹായമില്ലാതെ തമിഴ്നാട്ടിലെ മുഴുവൻ 234 സീറ്റിലും ഒറ്റക്ക് മത്സരിക്കാൻ TVK തീരുമാനിച്ചു. ആൻഡ് ഇപ്പോ ഇതാ ഇന്ന് DMK at 57, AADMK at 51, TVK at 107. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും 2 വർഷങ്ങളുടെ മാത്രം കഥയല്ല. വിജയുടെ അതിശക്തമായ പ്ലാനിംഗ് ആണ്. ലോകത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യവും ഇത് തന്നെയാണ്. എ പേഷ്യന്റ് മാൻ വിത്ത് എ പർപ്പസ്. അതിശക്തം.